വേനൽ അവസാനിക്കുമ്പോൾ യുകെയിൽ പെയ്തിറങ്ങിയ പേമാരിയും കൊടുങ്കാറ്റും ജനജീവിതം ദുസ്സഹമാക്കി. പ്രതീക്ഷിച്ചതിലും വലിയ ദുരിതമാണ് മഴ സമ്മാനിച്ചത്. ഒരു ദിവസം പെയ്തിറങ്ങിയത് ഒരു മാസത്തെ മഴയാണ്. റോഡുകൾ പുഴകളായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. സ്കൂളുകൾ അടച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കും മോശം കാലാവസ്ഥ തുടരുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. അതിശക്തമായ മഴയിൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. ലണ്ടന്റെ ചില ഭാഗങ്ങളും ഹോം കൗണ്ടികളും മുങ്ങി. രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്കും കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറുകയും സ്കൂളുകൾ അടക്കുകയും വെള്ളം നിറഞ്ഞ റോഡുകളിൽ കാറുകൾ മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്കം മൂലം 4 ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ലൈനുകൾ ഭാഗികമായി സസ്പെൻഡ് ചെയ്തു. ബേക്കർലോ ഡിസ്ട്രിക്ട്, മെട്രോപൊളിറ്റൻ പിക്കാഡിലി എന്നിവിടങ്ങളിലാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടത്. പ്രശ്നം ബാധിത മേഖലകളിൽ 120 mm വരെ മഴയാണ് ദിവസത്തിൽ നേരിട്ടത്. അതേസമയം ഈ വാരം കൂടുതൽ മഴയാണ് വരുന്നതെന്ന് പ്രവചനങ്ങൾ വ്യക്തമാക്കി. ശക്തമായ മഴ കിഴക്കൻ മേഖലയിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കിയ മെറ്റ് ഓഫീസ് ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കുമായി ആംബർ മഞ്ഞ കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കും മോശം കാലാവസ്ഥ തുടരുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. ഇതോടെ യുകെയിലെ ഭൂരിഭാഗം മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നു. ശക്തമായ ഇടിമിന്നൽ മുന്നറിയിപ്പുകളുമുണ്ട്. പൊതുജനങ്ങൾ വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കാണണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ട് നിറഞ്ഞ റോഡുകൾ മൂലം ചില ഭാഗങ്ങൾ ഒറ്റപ്പെടാനും വൈദ്യുതി ബന്ധം തകരാറിലാകാനും സാധ്യതയുണ്ടെന്നാണ് മെറ്റ് ഓഫീസ് പറയുന്നത്. ശനിയാഴ്ച ലണ്ടനിൽ താപനില 14 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുമെന്നാണ് കരുതുന്നത്. സെപ്റ്റംബറിൽ സാധാരണ യുകെയിലെ ശരാശരി മഴ 3.6 ഇഞ്ചാണ്. ആ സ്ഥാനത്താണ് ഇത്തവണ പേമാരി ഉണ്ടായിരിക്കുന്നത്. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് അനുകൂലമായ നീക്കവുമായി ബ്രിട്ടന്റെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റിയായ നേഷൻ വൈഡ്. ആദ്യ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് വരുമാനത്തിന്റെ 6 ഇരട്ടി തുക വരെ മോർഗേജിൽ അനുവദിക്കാനാണ് നേഷൻ വൈഡ് തീരുമാനിച്ചിരിക്കുന്നത്. കടമെടുക്കാൻ കഴിയുന്ന പരമാവധി തുക ഉയർത്തുന്നതിന് പുറമെ ചില മോർഗേജ് നിരക്കുകൾ ചൊവ്വാഴ്ച മുതൽ കുറയ്ക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ആരംഭിക്കുന്ന ഹെൽപ്പ് ഹാൻഡ് മോർഗേജ് റേഞ്ചിലൂടെ മാക്സിമം ലോൺ ടു ഇൻകം അനുപാതം വർദ്ധിപ്പിക്കുകയാണ് നേഷൻ വൈഡ് ചെയ്യുന്നത്. ഇതുവഴി 5% മാത്രം ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് 5-10 വർഷത്തെ ഫിക്സഡ് റേറ്റ് എടുക്കുമ്പോൾ വരുമാനത്തിന്റെ 6 ഇരട്ടി കടമെടുക്കാൻ സാധിക്കും. സൊസൈറ്റി സ്റ്റാൻഡേർഡായി നൽകുന്ന തുക വരുമാനത്തിന്റെ 4.5 ഇരട്ടിയാണ്. ഹെൽപ്പിംഗ് ഹാൻഡ് മോർഗേജിൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് മുൻപ് പരമാവധി 5.5 ഇരട്ടി വായ്പ എടുക്കാനും അനുമതി നൽകിയിരുന്നു. ഹെൽപ്പിംഗ് ഹാൻഡ് മോർഗേജിൽ സിംഗിൾ അപേക്ഷകർക്ക് ചുരുങ്ങിയത് £30,000 ജോയിന്റ് അപേക്ഷകർ ചുരുങ്ങിയത് £50,000 ആവശ്യം. ആദ്യത്തെ വീട് വാങ്ങുന്ന ദമ്പതികൾക്ക് സംയുക്ത വരുമാനം £50,000 ലഭിക്കുമെങ്കിൽ £3 ലക്ഷം വരെ കടമെടുക്കാം. 5% ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് പരമാവധി എടുക്കുന്ന തുക £5 ലക്ഷം നിന്നും £7,50,000 വർദ്ധിപ്പിച്ചു. ചൊവ്വാഴ്ച മുതൽ മോർഗേജ് നിരക്കുകൾ കുറയ്ക്കാനും സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പിന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. 2025 സെപ്റ്റംബറിനും ഒക്ടോബറിനും തുടക്കത്തിൽ യുകെയിൽ ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പ്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഒക്ടോബർ 15 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യതകൾ: ഇന്ത്യൻ പൗരനും ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനുമായിരിക്കണം. 60% മാർക്കോടെയുള്ള ബിരുദം. സെപ്റ്റംബർ 2025 മുൻപ്. സാമ്പത്തിക ആവശ്യം വ്യക്തമാക്കണം. ഈ സ്കോളർഷിപ്പ് ഇല്ലാതെ യുകെയിൽ പഠിക്കാനാവില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഇതിനായി സമർപ്പിക്കണം. 1 വർഷം മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാണ് ഈ സ്കോളർഷിപ്പ്. ഈ പദ്ധതിയിൽ MBA ഉൾപ്പെടുത്തിയിട്ടില്ല. കോമൺവെൽത്ത് സ്കോളർഷിപ്പ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട UK സർവകലാശാലയിൽ അഡ്മിഷൻ നേടിയിരിക്കണം. വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാൻ സാധിക്കുന്നതാണ്.